നമുക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് താരപുത്രന്മാരുണ്ടെന്ന്. അതിൽ കുറച്ച് പേരെ അറിയപ്പെടുന്നവരുണ്ട്, കുറച്ച് പേര് അറിയപ്പെടാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ താരപുത്രന്മാരെ കുറിച്ചാണ്. അതായത് താരങ്ങളും അവരുടെ അച്ഛന്മാരും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും താരപുത്രന്മാരല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും താരപുത്രന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ഇതിലുള്ളത് മക്ബുൽ സൽമാനാണ്. മക്ബുൽ സൽമാൻ്റെ അച്ഛൻ ഇബ്രാഹിം കുട്ടിയാണ്. ഇവർ രണ്ടുപേരും സിനിമയിൽ ഇപ്പോൾ അത്ര പ്രശസ്തിയിലല്ല ഉള്ളത്. അടുത്തത് റഷീദ് ഉമ്മറാണ്. റഷീദ് ഉമ്മറിൻ്റെ അച്ഛൻ KP ഉമ്മറാണ്. രണ്ടുപേരും സിനിമയിൽ നടന്മാരാണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസനാണ്. അച്ഛൻ ശ്രീനിവാസൻ. രണ്ടുപേരും സിനിമയിലുണ്ട്. അടുത്തത് ക്രിഷ് ജെ സത്താറാണ്. സത്താറിൻ്റെ ഇളയ മകനാണ് ക്രിഷ് ജെ സത്താർ. അടുത്തത് മേഘനാഥനാണ്. മേഘനാഥൻ ബാലൻ K നായരിൻ്റെ മോനാണ്. അടുത്തത് ഗോകുൽ സുരേഷ് ആണ്. ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ മൂത്ത മകനാണ്. അടുത്തത് ബെൻ ലാലു അലക്സ് ആണ്. ബെൻ ലാലു അലക്സ് ലാലു അലക്സിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് സജി സോമനാണ്. സജി സോമൻ MJ സോമൻ്റെ ഇളയ പുത്രനാണ്. അടുത്തത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗം അബിയുടെ ഒരേ ഒരു മകനാണ്. അടുത്തത് നിതിൻ രഞ്ജി പണിക്കറാണ്. നിതിൻ രഞ്ജി പണിക്കർ രഞ്ജി പണിക്കറുടെ ഒരേ ഒരു മകനാണ്. അടുത്തത് ചന്തു സലീം കുമാറാണ്. ചന്തു സലീം കുമാർ സലീം കുമാറിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് സുധീഷാണ്. സുധീഷ് സുധാകരൻ നായരുടെ ഒരേ ഒരു മകനാണ്. അടുത്തത് സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥ് ഭരതൻ ഭരതൻ്റെ മൂത്ത മകനാണ്. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ NN പിള്ളയുടെ മകനാണ്. അടുത്തത് പത്മരാജ് രതീഷാണ്. പത്മരാജ് രതീഷ് രതീഷിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് പ്രണവ് രതീഷാണ്. പ്രണവ് രതീഷ് രതീഷിൻ്റെ രണ്ടാമത്തെ മകനാണ്. അടുത്തത് അഖിൽ സത്യനാണ്. അഖിൽ സത്യൻ സത്യനാഥ് അധികാടിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് അനൂപ് സത്യനാണ്. അനൂപ് സത്യൻ സത്യൻ അന്തിക്കാടിൻ്റെ ഇളയ മകനാണ്. അടുത്തത് ജിഷ്ണു രാഘവാണ്. ജിഷ്ണു രാഘവ് രാഘവൻ്റെ മകനാണ്. അടുത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. സുകുമാരൻ്റെ ഇളയ മകനാണ് പൃഥ്വിരാജ് സുകുമാരൻ. അടുത്തത് ശ്രീജിത്ത് രവിയാണ്. ശ്രീജിത്ത് രവി TJ രവിയുടെ മൂത്ത മകനാണ്. അടുത്തത് വിഷ്ണു വിനയാണ്. വിഷ്ണു വിനയ് വിനയൻ്റെ മൂത്ത മകനാണ്. അടുത്തത് സതീഷ് സത്യനാണ്. സതീഷ് സത്യൻ സത്യൻ്റെ മൂത്ത മകനാണ്. അടുത്തത് ബിനു പപ്പു ആണ്. ബിനു പപ്പു കുതിരവട്ടം പപ്പുവിൻ്റെ ഒരേ ഒരു മകനാണ്. അടുത്തത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി ജോസ് പല്ലിശ്ശേരിയുടെ മൂത്ത മകനാണ്. അടുത്തത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ സുകുമാരൻ്റെ മൂത്ത മകനാണ്. അടുത്തത് ജീൻ പോൾ ലാലാണ്. ജീൻ പോൾ ലാൽ ലാലിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് സുധീർ കരമനയാണ്. സുധീർ കരമന കരമന ജനാർദ്ദനൻ നായരുടെ മൂത്ത മകനാണ്. അടുത്തത് അദ്വൈത് ആണ്. അദ്വൈത് ജയസൂര്യയുടെ മൂത്ത മകനാണ്.
അടുത്തത് ആർതർ ആന്റണിയാണ്. ആർതർ ആന്റണി ബാബു ആന്റണിയുടെ മൂത്ത മകനാണ്. അടുത്തത് സായി കുമാറാണ്. സായി കുമാർ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മൂത്ത മകനാണ്. അടുത്തത് ഷാനവാസ് ആണ്. ഷാനവാസ് പ്രേം നസീറിന്റെ മൂത്ത മകനാണ്. അടുത്തത് ശരവണൻ മുകേഷ് ആണ്. ശരവണൻ മുകേഷ് മുകേഷിന്റെ മൂത്ത മകനാണ്. അടുത്തത് രുദ്രാക്ഷ് ആണ്. രുദ്രാക്ഷ് സുധീഷിന്റെ മൂത്ത മകനാണ്. അടുത്തത് ശോഭി തിലകനാണ്. ശോഭി തിലകൻ തിലകന്റെ ഇളയ മകനാണ്. അടുത്തത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ തിലകന്റെ മൂത്ത മകനാണ്. അടുത്തത് മുരളി ഗോപിയാണ്. മുരളി ഗോപി ഭരത് ഗോപിയുടെ മൂത്ത മകനാണ്. അടുത്തത് ദുൽഖർ സൽമാൻ ആണ്. ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മൂത്ത മകനാണ്. അടുത്തത് ദേവദാസ് ആണ്. ദേവദാസ് രാമുവിൻ്റെ ഇളയ മകനാണ്. അടുത്തത് ഫർഹാൻ ഫാസിൽ ആണ്. ഫാസിലിൻ്റെ ഇളയ മകനാണ് ഫർഹാൻ ഫാസിൽ. അടുത്തത് ഫഹദ് ഫാസിൽ ആണ്. ഫഹദ് ഫാസിൽ ഫാസിലിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് ഉണ്ണിരാജനാണ്. ഉണ്ണിരാജൻ രാജംബി ദേവിൻ്റെ ഇളയ മകനാണ്. അടുത്തത് പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാൽ മോഹൻലാലിൻ്റെ മൂത്ത മകനാണ്. അടുത്തത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ ഹരിശ്രീ അശോകൻ്റെ ഇളയ മകനാണ്. അടുത്തത് ബോബൻ ആലിമൂടനാണ്. ബോബൻ ആലിമൂടൻ ആലിമൂടൻ്റെ മൂത്ത മകനാണ്. അടുത്തത് നിരഞ്ജൻ രാജു ആണ്. നിരഞ്ജൻ രാജു മണിയമ്പിള രാജുവിൻ്റെ ഇളയ മകനാണ്. അടുത്തത് മാധവ് സുരേഷ് ആണ്. മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ ഇളയ മകനാണ്. അടുത്തത് കാളിദാസ് ജയറാം ആണ്. ജയറാമിൻ്റെ ഇളയ മകനാണ് കാളിദാസ് ജയറാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള താരങ്ങളും ആ താരപുത്രങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.